മനുഷ്യന്മാരെ ട്രോമയിലാക്കിയിട്ടിരിക്കുക. വിനീതേട്ടൻ എന്താ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ സിനിമയിൽ? എന്തെങ്കിലും പുതിയ സ്ഥലങ്ങൾ വല്ല കണ്ടുപിടിച്ചോ? ഒരു വാട്ടർഫോളിന്റെ കാര്യം വാട്ടർഫോള്, പിന്നെ ഈ പറഞ്ഞ പോലെ സന്ദീപ് പറഞ്ഞ പോലെ ചില സ്ഥലങ്ങള് ഭയങ്കര, പക്ഷെ ജോക്സ് അപ്പാർട്ട് അതൊക്കെ അതിജീവിച്ച് ഇവര് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് പ്ലാൻ ചെയ്ത് വർക്ക് നടന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വെറുതെ ഒരു കാറ്റടിച്ച് മഴ പെയ്തെന്ന ശരി ഇന്ന് പാക്കപ്പ് അതല്ല. പല ദിവസങ്ങളിലും ഒട്ടും പ്രാക്ടിക്കലായിട്ട് നടക്കൂല എന്നിട്ട് 4 to 5 hours ഒക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് ക്ലിയർ ഒരു യു വിൽ ഗെറ്റ് ഒരു ഹാഫ് ആൻ അവർ 40 minutes ഒരു മേജർ പോർഷൻ. അതായത് ഇവരും ക്രൂ വാസ് അലേർട്ട്. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഡെയിലി മഴയായിരുന്നു, ഹെവി റെയിൻ, ഹെവി വിൻഡ്. അതിന്റെ മെയിൻ ക്രെഡിറ്റ് നമ്മുടെ ഷാഫിക്കൊക്കെ പോകും. ഷാഫിക് ചെമ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ. എന്താ പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഈ മഴയുടെ തീവ്രത കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്താ ചെയ്യുക, ഇന്ന് പണി പാളുമോ, വെറുതെ ഒന്ന് ഷാഫിക്ക് തന്നെ വിളിക്കും. ഷാഫിക്ക ഇന്ന് നമുക്ക് എന്താ പരിപാടി? ഞാൻ അവിടെയുള്ളത്, നിങ്ങൾ പോരിയെന്ന് പറയും. മൂപ്പര് ഓൾറെഡി 5 മണിക്ക്. ഷാഫിക്കാണ് പ്രശ്നക്കാരൻ. ഞങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇന്ന് ഷൂട്ട് ഉണ്ടാവില്ലെന്ന്. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, റെഡ് അലർട്ട് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഇവര് ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യായിരിക്കുന്നു. ഞങ്ങളുടെ ഹോട്ടലിന്റെ അവിടെ ഒരു അല്ല, ആ സമയത്ത് പല പടങ്ങളും നിർത്തിവെച്ചു. മാത്രമേ പേര് അവിടെ വന്ന് കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് ഈ സമയത്ത്. കാരണം ഷൂട്ടിംഗ് നിർത്തിയിട്ട് ഓടൊക്കെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച് കംപ്ലീറ്റ്. ഇതൊന്നും അതിന്റെ കൂടെ രഞ്ജിത്തിനും ബാഹുലിനും ഷാഫിക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നം. എൻജോയ് ചെയ്യായിരുന്നു. നല്ല ഒറിജിനൽ പൊട്ടട്ടെ അവിടെ അത് പൊട്ടിയോ? ക്യാമറ കൊടുത്തോളൂ, റിയൽ ആയിട്ടൊരു ഷോട്ട് എടുക്കാന്നൊക്കെ. ആക്ച്വലി ഒരു പ്രാവശ്യം സന്ദീപും ഞാനും നമ്മുടെ മെയിൻ ക്ലിഫില്ലേ, ഞങ്ങള് ഈ മഴ കാരണം നമ്മളിപ്പോ ഇരുന്ന് ഓർമ്മയുണ്ടോ നമുക്ക്? ലൈറ്റനിങ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് ക്ലിഫിന് വെരി ഡേഞ്ചറസ്, ഭീകര സ്ട്രീക്സ് ആയിട്ട് ഇങ്ങനെ. അതിന്റെ വീഡിയോ എന്റെ അടുക്ക് ഇപ്പൊ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ കത്തിപ്പോവും. ഏറ്റവും ടോപ്പിലാണ്, ഏറ്റവും പൊക്കവും. ഇത് വേഗം എനിക്ക് കിട്ടും. പിന്നെ ജീപ്പൊക്കെ ഇങ്ങനെ ഇളവും പറഞ്ഞപ്പോഴെ പോ. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൺ ഗോഡ്, സോ വി എക്സ്പീരിയൻസ്ഡ് ഓൾ ദാറ്റ്. സന്ദീപ് ഇനി പോവോ അവിടെ? ഇനി ഒരു റെഡ് അലേർട്ട് സമയത്ത് ഇനി എപ്പോഴെങ്കിലും ആ വഴി പോവോ? ഇല്ല, സന്ദീപ് പല പ്രാവശ്യം വന്നിട്ട് ഞങ്ങളിങ്ങനെ പറയാം, സന്ദീപ് ഇന്ന് ഇവിടെയാണ് ഷൂട്ട്, ഇതിലിവിടെ ഇങ്ങനെ കയറേണ്ടി വരും ചേട്ടാ, ഇതിന്റെ മേലെ കയറാനോ എന്ന് പറഞ്ഞാൽ അത്രക്കും ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഡേഞ്ചറസ് ഇതാണ് സ്റ്റീവാണ്. അതിന്റെ മേലെ എങ്ങനെയാ ഞാൻ എങ്ങനെയാ ചേട്ടാ കയറും? നിനക്ക് എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ സാധനവും നമ്മൾ തന്നിട്ടുണ്ട്. മനഃശക്തി മാത്രം. ശരിക്കും എന്തെങ്കിലും സേഫ്റ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അതോ അല്ല, നമുക്ക് ഈ പറയുന്ന മല ടെറൈനൊക്കെ ആയതുകൊണ്ട് നമുക്ക് സേഫ്റ്റി റോപ്പൊന്നും വിടാൻ ആകാശം മാത്രമേ ഉള്ളൂ. പറ്റത്തില്ല, ഒന്നുമില്ല. വീഴുമ്പോ നല്ല മയത്തിൽ വീഴാന്ന് മാത്രം ഒരു വിശ്വാസം. എന്നാൽ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റില്ല എന്ന് മാത്രമല്ല, വർക്ക് നടക്കേണ്ട രീതിയിൽ നടന്നു. ഇൻസ്പൈറ്റ് ഓഫ് മഴ, ഓൾ ദിസ്. അതെ, ഇത് എല്ലാം കഴിഞ്ഞിട്ട് പ്രിവ്യൂ കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തത്? കണ്ടിട്ടില്ല. ഞങ്ങൾ 21 തിയേറ്ററിൽ കാണുള്ളൂ. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഒരു എന്താണ് ഔട്ട് എന്താണെന്നുള്ളൊരു സത്യമായ പ്രേക്ഷകരെ പോലെ തന്നെ വളരെ ആകാംക്ഷയോടെ എന്തായിരിക്കും ഇത് അറിയാം, കഥ അറിയാം ഇത്. പക്ഷെ ഇവരുടെ ഒരു ഈ ക്രാഫ്റ്റിന്റെ ഒരു മാജിക് ഉണ്ടല്ലോ, അത് എല്ലാം കഴിഞ്ഞ് വരുമ്പം, അതായത് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, എഡിറ്റ് കഴിഞ്ഞു, ഡബ് ചെയ്ത് കഴിഞ്ഞു, ഗ്രേഡിങ് നടക്കുന്നുണ്ട്, മിക്സിങ് നടക്കുന്നുണ്ട്, കംപ്ലീറ്റ് കഴിഞ്ഞ് വിഷ്ണുവും മുജീബും എല്ലാരും പണിയെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട് ഉണ്ട്. അത് കാണാൻ 21-ാം തീയതി ആവണം. നരേൻ ചേട്ടാ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ ട്രക്കിംഗ് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണോ? ട്രക്കിംഗ് ഒക്കെ താല്പര്യമുള്ളൂ, പക്ഷെ ഇങ്ങനത്തെ ഇതൊന്നും സാധനമൊന്നും എനിക്ക് വലിയ തീരെ താല്പര്യം. ഇത് ട്രക്കിങ്ങിന് പോയതല്ലോ. ഇത് പക്ഷേ ഞാൻ കാര്യം ചെയ്യട്ടെ, നമ്മള് നോർമലി ഞാൻ സത്യം ശരിക്കും പേടിച്ചിട്ട് ഉള്ള സമയങ്ങളായിരുന്നു. കാരണം അത്
നമ്മൾ കയ്യിൽ ഒതുങ്ങുന്നൊക്കെ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ് ടേക്കിലൊന്നും ഇവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഇത് അഭിനയിക്കുകയാണോ ഇതിന്റെ എന്ത് സംഭവം ഉള്ളിൽ അറിയില്ലല്ലോ. അതെ അതെ ശരിക്കും ബിനു ബ്രോ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടാവും. മൂപ്പര് ഇങ്ങനത്തെ എല്ലാം പിന്നെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, ഈ ചാലഞ്ചിങ് സംഭവങ്ങളൊക്കെ ഇഷ്ടം. പക്ഷെ ഈ ബ്രേക്കിന്റെ ഇത് പ്രാക്ടിക്കൽ ഇഷ്യൂ ആകുമ്പോൾ നമുക്കത് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇല്ല കാർഡ് കൊണ്ട് ഇറങ്ങിയില്ല. അല്ല, സത്യം പറഞ്ഞാൽ ഇതിലൊരു ദിവസം ഏതോ ഒരു നമ്മുടെ യൂണിറ്റിൽ ഏതോ ഒരു ഇന്നോവയിൽ ഏതോ ഒരു കക്ഷി ഇറങ്ങി ലൈറ്റ്മാൻ ഏതോ ഒരു ഇറങ്ങി ഓടി വന്ന് ഒരു കല്ലെടുത്ത് നിർത്തിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാനും സാഗരിക്കൊക്കെ ജസ്റ്റ് മിസ്സാ. ബ്രേക്ക് കോല് തന്നിട്ടില്ലേ ലാസ്റ്റ് വന്നിട്ട്? ബ്രേക്ക് ഓയിൽ എപ്പോഴും ഉണ്ട്. ഇത് കയ്യിൽ എൻ്റെ കയ്യിലുണ്ട് ബ്രേക്ക് ചെയ്യിച്ചിട്ട് എവിടെ ബ്രേക്ക് ചെയ്യിക്കാതെ അതല്ലത്. കാരണം അതൊക്കെ ഇപ്പൊ പറയുമ്പോ ഓക്കെ, പക്ഷെ അത് ശരിക്കും അന്ന് പേടിച്ചു. അന്നൊന്നല്ല 2-3 ദിവസം നല്ലോണം ചിരിക്കുന്നുണ്ടോ? ആ സ്ഥലങ്ങൾ അങ്ങനെ സ്ട്രെയിറ്റ് അല്ലേ. ഇതിപ്പോ കൊക്കയാണോ? ആ വീണാ പിന്നെ എളുപ്പം ഇവൻ മലേന്റെ മേലെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് എവിടെയാ ഷൂട്ട് ആരും കാണുന്നില്ലല്ലോ ഇവിടെ ചേട്ടാ, ചേട്ടാ ഇവിടെ ആരും ഇല്ലല്ലോ. ഇങ്ങനെ ഇവരെന്താ അവിടെ കാണിക്കുന്നത്? ഇവര് കുന്നിന്റെ ചെരുവിൽ ഇറങ്ങി നിന്നിട്ട് ഇവിടെ എവിടെയാ ബാബാ. ഒരിക്കലും ഷൂട്ട് നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടാവുമല്ലോ. ഓക്കെ നമ്മള് ലൊക്കേഷനിൽ പോകുന്നു, ഇവിടുന്ന് ഇവിടെയൊക്കെ ആയിരിക്കും ഷൂട്ട്, ഇവിടെ ആയിരിക്കത്തില്ല. അത് എവിടെ ആയിരിക്കും നമ്മുടെ കോമൺ സെൻസ് പറയുന്നു അവിടെ ആയിരിക്കും ഷൂട്ട്. അപ്പൊ അത് മേലിതപ്പോ നല്ല പച്ച പുൽത്തകിട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇവിടെ ആയിരിക്കും ചേട്ടാ, ഇങ്ങോട്ട് താഴെ നോക്കിയപ്പോ നല്ല പാറയുടെ ഇടയിൽ ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മള് യൂഷ്വലി ട്രക്കൊക്കെ ചെയ്യുമ്പോഴേ കഷ്ടപ്പെട്ട് മുകളിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എങ്ങനെ തിരിച്ചിറങ്ങും അങ്ങനെ ഒരു സംഭവം ഇതിലൂടെ തലയിലൂടെ പോവല്ലോ. അങ്ങനത്തെ തോട്ട് പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു. പല തോട്ട് പ്രോസസ്സും എന്റെ ഇടയിൽ കൂടെ പോകും. ആദ്യം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാന്നുള്ളതായിരിക്കും ഫസ്റ്റ് തോട്ട് പ്രോസസ്. പിന്നെ ജീവനോടെ തിരിച്ചെത്തിക്കൂരെ. ഞങ്ങൾ കുറച്ച് കാട്ട് കയറിയിരുന്നു. കാട്ട് കയറിയപ്പോ പിന്നെ അവിടെ വേറെ എന്റർടൈൻമെന്റ് ആയിരുന്നു. അട്ട, പാമ്പ്, പാമ്പ്. ആക്ച്വലി നമ്മളൊന്നും കൂടുതൽ അറിഞ്ഞിട്ടില്ല. കൊറേ പാമ്പിനെ പിടിച്ച് ആ പാറേന്റെ അവിടെ എല്ലാരും ഇരിക്കുമ്പോ അതെ എല്ലാരും ഇങ്ങനെ അവിടെ ഇതൊക്കെ മാറ്റി വെക്കുക. ഞങ്ങളെല്ലാരും പാറേന്റെ മേലെ ഇരിക്കുക. ഞങ്ങളെ ബാക്ക് കൂടെ ഉണ്ട് ഇങ്ങനെ പോണവരാണ്. യൂണിറ്റുകാർ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു എത്ര പിടിച്ചിട്ട് അതെ അവിടെ ഉണ്ടായിരുന്നേ ചേട്ടാ ശ്രദ്ധിക്കണേ എങ്ങോട്ട് മൊത്തം ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക. അല്ല, അത് ഈ കാട്ടുകളിൽ ഷൂട്ട് ചെയ്യുമ്പോഴൊരു വലിയൊരു ഇതാണത്. നമ്മൾ 7ാമത്തെ വരവ് ഹരിയാൻ സാറിന്റെ പടം ഷൂട്ട് ചെയ്യുന്ന കണ്ണവൻ കാട്ടിലാണ്. അവിടെ ഓരോ ഇല എടുത്ത് നോക്കിയാലും ഒരു മലബാർ പിറ്റ് പേപ്പർ എന്ന് പറയുന്നത് എക്സ്ട്രീം ചെറിയ സാധനം. മണ്ഡലിയുടെ അല്ലെ, അതിന് നാട്ടിലെന്താ പറഞ്ഞ ഓലച്ചൻ തണ്ടെന്ന എന്താണ് പറയുന്നത്. ഇറ്റ് വിൽ കോയിൽ ഇറ്റ് സെൽഫ് ആൻഡ് ദാറ്റ് ട്രയാങ്കുലർ ഹെഡ് വിൽ ബി ലൈക്ക് ദിസ്. ശരിക്കും ഒരു മുനിയൊക്കെ തപസ്സരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മള് ജനറലി പറയില്ല ഈ തട്ടിയാൽ പാമ്പ് വൈബ്രേഷൻ കേട്ടാ പോകുന്നു. ഈ ഒരു 15-20 ആൾക്കാർ ഈ സ്ഥലത്തൊക്കെ നടക്കലും വൈകുന്നേരം വരെ മെഡിറ്റേഷൻ. എന്നിട്ട് വെരി ഡേഞ്ചർ ആൻഡ് ലീത്തൽ, ഭയങ്കര പോയ്സണസ്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടും, ഇത്രയുള്ള സാധനം. അപ്പൊ അതിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഞാനും ഇന്ദ്രജിത്തും കൂടെ അത് ഇന്റീരിയർ കണ്ണവത്തിൽ കൂത്തുപറമ്പിന് ഉള്ളിലേക്ക് പോകണം, റിസർവ് ഫോറസ്റ്റ്. അതിന്റെ ഉള്ളില് വീണിട്ട് ഇങ്ങനെ ഉരുളുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിന്റെ ക്ലൈമാക്സ് ടുവേർഡ്സ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. അപ്പൊ ഞാനും ഇന്ദ്രനും ഓരോ ഇലയായിട്ട് അത് വീൽ മാർക്ക് ഏരിയ ഇന്ന സ്ഥലത്ത് കൂടെ ആയിരിക്കും നമ്മൾ പോവാന്നുള്ളത്. ബ്ലൈൻഡ് ആയിട്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് ആർട്ടും നമ്മളും കൂടെ ഓരോ ഇലയായിട്ട് ഇതിനെ തൂക്കി അപ്പുറത്തപ്പുറത്തേക്ക് ഇടും, അല്ലെങ്കിൽ ഇതിന്റെ മുകളിലാണ് പോയി വീഴുക. അത്ര ഡേഞ്ചറസ് ആയിരുന്നു. അതുപോലെ ഇത് കിങ് കോബ്രേനെ കേരളത്തിൽ നിന്ന് പിടിക്കുന്ന അവിടെയാണ് ഒരു പ്രാവശ്യം ഇന്ദ്രന്റെ ഒരു സീക്വൻസ് ഇവര് ഒരു പുഴയുടെ സൈഡില് ഹ്യൂജ് കാടാണ് ബാക്കില്. അപ്പൊ ഈ ക്യാമറ വെച്ചിട്ട് ഇന്ദ്രൻ ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഷോട്ട് എടുക്കുമ്പോ ബാക്കിൽ പ്ലച്ചക്ക് എന്നിട്ട് വലിയൊരു സാധനം വീണ് ഇങ്ങനെ അത് അങ്ങോട്ടേക്ക് പോയി. ഇവിടെ ഷോട്ട് എടുത്തോണ്ടൊക്കെയാണ് നോക്കുമ്പോ ഈ ചേട്ടനുള്ളത്. അതുപോലെ ഒരു ഒരു സ്ഥലത്ത് നമ്മള് ഷൂട്ടിങ് ഇതിന്റെ ഈ തോല് കണ്ടു. അപ്പൊ അവിടുത്തെ ലോക്കൽസ് ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു നിങ്ങൾ താഴെയല്ല നോക്കേണ്ടത്, മേലെയാണ് നോക്കേണ്ടത്. ഇവര് ഇതിന്റെ മേലെ മരത്തിന്റെ മേലിലാണ് ഉണ്ടാവുക. ഷിഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഈ രാജവെമ്പാല ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചില സ്ഥലത്ത് വി ഹാവ് ടു ഷിഫ്റ്റ്.
ഇതിന്റെ തോലുണ്ട് കണ്ട് ചിലപ്പം അതിന്റെ ഉള്ളിൽ മുട്ടയിട്ടിട്ട് കിടക്കായിരിക്കും വേരിന്റെ അവിടെ. സോ വി ഹാവ് ടു ഷിഫ്റ്റ്. അല്ല അങ്ങനത്തെ റിസ്ക് ഹാപ്പൻസ്.